ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ എണീറ്റു, പിള്ളേരെല്ലാം റെഡിയായി, പള്ളി പോകാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുക്കൻ ഇവിടെ ഇരുന്ന് ഇതാകുന്നുണ്ട്. അവനെ ഞാൻ ഡ്രസ്സ് മാറ്റിച്ചിട്ടില്ല, അവനെ ഡ്രസ്സ് മാറ്റിക്കണം. പിള്ളേരെ റെഡിയാക്കി അവരെ സെറ്റാക്കിയിട്ടുണ്ട്. അവരെ സെറ്റാക്കി അവിടെ ഇരുത്തിയിട്ട് ഞാനിപ്പോൾ റെഡിയാവാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്നിപ്പം ചോറും കറികളൊക്കെ നേരത്തെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ചേച്ചി കുരുമുളക് പറിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ നേരത്തെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് മമ്മിയെ. അത് കാരണം രാവിലെ ആ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ എണീറ്റ് വേറെ പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യില്ല. ചായ ഇട്ട് കുടിക്കുന്ന പാത്രം പോലും കഴുകാതെയാണ് പള്ളിയിൽ പോകുന്നത്. അല്ലെങ്കിൽ നടക്കില്ല. കാരണം 8 മണിയാകുമ്പം കുർബാനയ്ക്ക് കയറും. അപ്പോൾ നേരത്തെ പോകണം. ഞങ്ങൾ എന്ന് ചെന്നാലും താമസിച്ചാണ്. പിന്നെ എല്ലാവരെയും കൊണ്ട് റെഡിയായി പോകുമ്പോഴേക്കും കുറേ വൈകുമായത് കാരണം ഞാൻ പിന്നെ അങ്ങനത്തെ പണികളൊന്നും രാവിലെ ചെയ്യാറില്ല. എല്ലാ പണികളും വന്നു കഴിഞ്ഞ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണികൾ ഇനിയെല്ലാം വന്നിട്ട് വേണം ചെയ്യാൻ. നാളായത് കാരണം നമ്മുടെ പള്ളിയിൽ കൊടിയേറ്റാണ്. അപ്പം കുറച്ച് താമസം ഉണ്ടാവും തോന്നുന്നു. അതുകൊണ്ട് പിള്ളേരൊക്കെ വഴക്കാവുമെന്നൊന്നും അറിയത്തില്ല. പിള്ളേർക്ക് പിന്നെ കുഴപ്പമില്ല കേട്ടോ. അവർക്ക് പള്ളിയിൽ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അവരെന്താ വലിയ കളിക്കാൻ പോകുന്നില്ല. കുറച്ച് പിള്ളേരുണ്ട്, ഇവരുടെ ഗ്യാങ്ങിലുള്ള കുറച്ച് പേരുണ്ട്. എല്ലാവരും കൂടെ ഓട്ടവും ബഹളവും ഒക്കെ ആയിരിക്കും. എന്നാൽ അച്ഛൻ ഞങ്ങളെ പുറത്താക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ അവനിങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ഹാപ്പി സൺഡേ വ്ളോഗ് ഇതിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാവേ. രണ്ടുപേരും റെഡിയായോ? എവിടെ പോവാ? പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഇരട്ടകളെ പോലെ ഒരുങ്ങിയിരിക്കുവാണ്. സാറാമ്മളുടെ ഉടുപ്പിൻ്റെ ഇറക്കം കുറഞ്ഞു അല്ലേ സാറാമ്മോളെ? പള്ളി പോയിട്ട് വഴക്കുണ്ടാക്കുവോ? പ്രാർത്ഥിക്കണം, ഉള്ളിൽ കയറി ഇരിക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ പറഞ്ഞ പള്ളി പോയിട്ട് വരാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ആ ചേച്ചി വന്നിട്ട് കുരുമുളക് മെതിച്ച് ഇവിടെ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി പാത്രം കഴുകാനുണ്ട്. പിള്ളേർ താഴെ TV ഒക്കെ കണ്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ചേച്ചി കുരുമുളക് ചവിട്ടി മെതിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് കുറേ ഉണ്ട്. അപ്പോൾ സീനോച്ചേട്ടൻ്റെ സമയമില്ലാത്ത കാരണം ചേച്ചിനെ വിളിച്ചാണ്. ഒരു ഹായ് പറഞ്ഞോ, ഒരു ഹായ് പറ. ആരും ഞാൻ വീഡിയോ പിടിക്കുന്നത്. ചേച്ചി ചോദിക്കുക ആരാന്ന്. ഞാൻ വീഡിയോ പിടിക്കുന്നത് യൂട്യൂബിലിടാനാ. കുരുമുളക് ഉണ്ട് കുറേ. കഴിഞ്ഞ് തീരാറായല്ലേ? ഇനിയുണ്ടല്ലേ? 2 ചാക്കുണ്ട് ഇനി. ഭക്ഷണം കഴിച്ചല്ലേ? കാണാട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. കുറച്ച് ഇവിടെ നിന്ന് കഴുകും, കുറച്ച് മമ്മി അപ്പുറം കഴുകും കേട്ടോ. മമ്മിക്ക് ഇവിടെ കൈ പറ്റില്ലാത്ത കാരണം ഞാൻ കുറച്ച് പാത്രങ്ങൾ ഞാൻ ഇവിടെ കഴുകും. വലിയ പാത്രങ്ങൾ കുറേ പാത്രങ്ങളുണ്ട്. രാവിലെ പള്ളി പോയത് കാരണം പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ലായിരുന്നു. അപ്പം എല്ലാം വന്നു കഴിഞ്ഞിട്ടാണ് കഴുകുന്നത്. എല്ലാവരും പള്ളിയിൽ പോയോ? അവര് TV കാണും കേട്ടോ പിള്ളേരെ. നമ്മുടെ പുപ്പൂസ് ഉറങ്ങാണ് കേട്ടോ. നല്ല ഇറക്ക. പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഡ്രസ്സൊന്നും ഇട്ട് കൊടുത്തില്ല, ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. എൻ്റെ പാവം ഉറങ്ങുമ്പോൾ മാത്രം പാവമായിട്ടുള്ളൊരു കുഞ്ഞാവ അല്ലേടാ. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ ഇവനെ എണീക്കും. പിന്നെ ഈറ്റപ്പണി പാടും. എന്ത് പണിയാങ്കിയ? എന്നാ കളിക്കുന്നേ? തേൻ കഴിക്കുക അല്ലേ? തേൻ കഴിക്കുക അല്ലേ? നോക്കാം, കാണിച്ചേ, പാത്രം കാണിച്ചേ. പാത്രം കഴിച്ചിട്ട് നക്കിക്കൊണ്ടിരിക്കുക. നല്ല കച്ച്. ഇവിടെ സാറാമോളും അത് തന്നെ പരിപാടി. പള്ളി പോയില്ലേ അങ്കീന്ന? ചോർമ്മ ഉണ്ടോ വന്നിട്ട്? സാറാമോളെ മാറിക്ക്, സാറാമോളെ കാണിച്ചു കൊടുക്കട്ടെ. സാറാമോളെ മുഖമൊക്കെ ഇരിക്കുന്നുണ്ടോ? എന്ത് സാറാമോളെ മുഖത്തെറിച്ച് വഴക്കുണ്ടാക്കല്ലേടി. സാറാമോള് തേൻ കഴിച്ചിട്ടാ. എനിക്ക് സാറാമോളെ ഉറുമ്പ് പിടിക്കും കേട്ടോ. ഉറുമ്പ് വരും സാറാമോളെ പിടിക്കാൻ. ഉറുമ്പ് ഒന്ന് പിടിക്കും. അങ്കിയുടെ മുഖം മോശമൊന്നും അല്ല കേട്ടോ. ഇനി ഇതും കൊണ്ട് വേറെ എങ്ങോട്ടും കയറിയേക്കല്ലോ കേട്ടോ. കട്ടിലൊന്നും കയറിയേക്കല്ലോ, ഉറുമ്പ് കയറും കേട്ടോ. കേട്ടോ? എവിടെ പോവാ? വെയിലത്ത് ചവിട്ടാൻ പോകണ്ടാടി. വെയിലല്ലേ അപ്പടി.
സൈക്കിള് ചവിട്ടിയിട്ട് സൈക്കിളൊക്കെ കയറിയിട്ട് ഇന്നലത്തെ പോലെ വീഴാനാ? ഇന്നലെ എങ്ങനെയാ സൈക്കിളിൽ നിന്ന് വീണത്? അതെങ്ങനെയാന്ന് ഈ സൈക്കിളിൽ നിന്ന് കാണിച്ചു തരുമോ? ആ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പുക്കുട്ടൻ ഇപ്പം കയറി നിൽക്കുന്ന പോലെ അല്ലേ? അങ്ങനെ കയറിയിട്ട് അങ്കി എന്താ ഇളകിയോ? ആ അങ്കി ഇത് വലിയ നൈറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത്. എന്താ പരിപാടി ഇനി? ഇനി എന്താ പരിപാടി അങ്കി? നാളത്തേക്ക് സ്കൂളിൽ പഠിക്കാനുണ്ടോ? വെയിലടി കയറി പോടുന്നു. കാറ്റും വെയിലും പൊടിയടിക്കും അപ്പടി. ആ ഓ ഇവിടെ എല്ലാം മിറ്റില് ആ പൊടിമണൽ കൊണ്ടുവന്നിട്ടിരിക്കുക ഈ അപ്പക്കൂട്ടിന്. നോക്കിയേ. പിന്നെ ചെരുപ്പ് കൊണ്ട് ഉള്ളി കൊണ്ട് വയ്ക്കുക. കാറ്റാട്ടാ ഉള്ളി കയറി ഇരുന്നു. കാറ്റും ഉണ്ട് വെയിലും ഉണ്ട്. വലിയ രാജാവ് പോലെ ഇരിക്കുന്നു. മുഖം കഴുകിയോ തേൻ കുടിച്ചിട്ട്? ഇല്ലെങ്കിൽ നിന്നെ ഉറുമ്പ് കടിക്കും. പൊക്കോ. മുഖത്തൊക്കെ ഇരിപ്പുണ്ട് തേന്. പോയി പൊക്കെ അല്ല ഉറുമ്പ് കടിക്കും കേട്ടോ. വേദാടം കഴിഞ്ഞിട്ട് പെലിസേട്ടൻ അപ്പയും കൂടെ വരുന്നു. വെച്ചേ എന്തേ മടുത്തോ? വിശക്കുന്നുണ്ടെന്ന് വാ ഭക്ഷണം കഴിക്കാം. ചേച്ചിയുണ്ടോ? എന്താ കഴിക്കുന്നേ? എന്താ കഴിക്കുന്നേ? എന്താ കഴിക്കുന്നേ? പഴം കഴിക്കുക. നോക്കിക്ക് ഒരു ഹായ് പറയുവോ? ഇങ്ങോട്ട് നോക്കി പറ ഹായ്. ഒക്കെ കഴിഞ്ഞോ? വാവാവൻ വെച്ചായിരുന്നോ? ആരെ എടുത്താ കിട്ടുന്നേ? ചേട്ടനാണോ? ചേട്ടൻ എന്തിയെ? അങ്കി എവിടെ? അങ്കീന്ന് വിളിച്ചേ. സാറാന്ന് വിളിച്ചേ. ചേട്ടാന്ന് വിളിച്ചേ. തങ്കച്ചീന്ന് വിളിക്ക്. തങ്കച്ചീന്ന് വിളിക്ക്. ആ ചേച്ചി ഇറങ്ങിയ വെയില പുറത്തോട്ട് പോണ്ട. കാല് പൊള്ളുവേ. ഇനി കാല് പൊള്ളു. ഇന്നാളൊരു ഷോക്കുന്നുണ്ടോ അപ്പൂസ്? ടെറസിൽ പോയി നിന്നിട്ട് കാറുവാ. ഞാൻ നോക്കുമ്പോ കാല് പൊള്ളിയിട്ട് വരുവാ അല്ലേടാ? ഇതെന്താ ഇങ്ങനെ ഇവിടെ കിടക്കുന്നേ? കുരുമുളകിന്റെ പുറത്ത് കിടക്കുക ആണോ? കുരുമുളകിന്റെ പുറത്ത് കിടക്കുവാണോ അപ്പൂസ്? ആ ഇനി നീ അത് മരിക്കാൻ പോവാ? എന്തരാ അപ്പൂസാണോ മരിക്കുന്നേ? നിന്നെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെ നീ ചെയ്താ പോരെ? ഓ അത് അവിടുന്ന് മാറ്റി അവൻ ഇവിടെ മെതിക്കുമ്പം പുറത്തോട്ട് പോകാതിരിക്കാൻ. ശരി. കാല് പൊള്ളു ഇട്ട ചെറുക്കാ. പൊക്കോ കയറി പൊക്കോ. അപ്പയുടെ അടുത്തോട്ട് പൊക്കോ. സിനാപ്പാപ്പൻ കണ്ടാ നിന്നെ ശരിയാക്കൂടാ. ഞങ്ങളിന്ന് മറ്റേ നമ്മുടെ ഇതിന്റെ പ്രോഗ്രാമിന്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ചുമ്മാ കാണാൻ പോവാം. ശരിക്കും പ്രോഗ്രാമിന് പോകാൻ പറ്റുമോന്നൊന്നും അറിയില്ല. അപ്പം പിള്ളേരെയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോവാന്ന് വിചാരിച്ചാൽ ഇപ്പം 2 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്ന് മാത്രമേ ഉച്ചയ്ക്കുള്ളൂ 2 മണിക്ക്. അല്ലാത്ത സമയങ്ങളിലൊക്കെ അവർ വൈകുന്നേരം 7:30-ക്കാണ്. അപ്പം പിന്നെ ഇവർ ഉറങ്ങുന്ന സമയത്താണ് പിന്നെ പോകാനും കാണാനും ഒന്നും സമയം ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്തായാലും ഇന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പം ഞാൻ ഇവിടെ നിന്ന സമയത്ത് ഒരുത്തന് ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. അവിടെ നോക്കണം. ഹായ് പറയടാ. ഹായ് പറയൂ ചേട്ടന്മാർക്ക്. ഹായ് വരാ. അപ്പുഷി ടാറ്റ പോവാന്ന് വരാ. ചേട്ടാന്ന് വിളിച്ചേ. അങ്കീന്ന് വിളിച്ചേ. അജി. ഇവൻ അജീന്നൊക്കെയാ വിളിക്കുന്നത്. അങ്കീനെ വിളിക്കുന്ന അജീ അല്ലേ? അജി. അവൻ ചുമ്മാ തരുവോ? ഒരു ഉമ്മ തരേ അമ്മച്ച്. ഉമ്മന്ന് പറഞ്ഞേ. ഉമ്മ പറഞ്ഞിട്ടൊരു ഉമ്മതാ. അമ്മ എന്നല്ല ഉമ്മ. ശരിക്കും ഉമ്മതാ അമ്മയ്ക്ക്. ഉമ്മ ഉമ്മ പോടാ. ഞങ്ങൾ ചാറ്റ പോയിട്ട് വരാന്ന് വരാം. ചാറ്റ പോയിട്ട് വരാന്ന് വരാം.
അപ്പൊ ഞായറാഴ്ച ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ക്ലാസ്സും ചേട്ടായിക്ക് ജോലി ഉണ്ടാവും, അങ്ങനെ തിരക്കായിരിക്കുമല്ലോ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഒന്ന് പോയിട്ട് വരട്ടെ കേട്ടോ. അപ്പൊ നമ്മള് പ്രാക്ടീസിനൊക്കെ പോയിട്ട് വന്നു അല്ലേ, എല്ലാരും പ്രാക്ടീസിനൊക്കെ പോയിട്ട് വന്നു. ഇപ്പൊ സമയം 5:30 ആവാറായിട്ടുണ്ട്. അപ്പൊ എന്നാ വൈകുന്നേരത്തെ ഫുഡൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലേ. അതാ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഉരുട്ടി ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്താൽ അങ്ങനെ കഴിക്കും. ചില സമയത്ത് വാരി കഴിക്കും. സാറോട് ചോറുമാമ മേടിക്കുക, ചോറുമാമ മേടിച്ചിട്ട് കയറ്റിത്തരാം. ചോറുമാമ മേടിച്ചിട്ട് കയറ്റിത്തരാം കേട്ടോ. അപ്പുക്കുട്ടൻ തുപ്പിക്കളഞ്ഞു. എടാ ഫെലിക്സേ, ഇവനെ ഇവിടെ കയറ്റിട്ട് പിക്കപ്പയിലോട്ട് ഇരിക്കുക. ആ പിക്കപ്പയിൽ എത്തിയാൽ ഇവര് കഴിക്കും. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം പിള്ളേരെ ഒന്ന് കുളിപ്പിച്ച് കിടത്തി ഉറക്കണം. ഇവർ ഉറങ്ങുമായിരിക്കും. 6:30 ആകുമ്പോഴേക്കും ഉറങ്ങും. അപ്പൊ ശരി കേട്ടോ, ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കാണാം. ഓ അതെ, മത്സരം. ഇത്ര നേരം നീ അല്ലേടാ കഴിക്കാതിരുന്ന് തുപ്പിക്കളഞ്ഞത്? നിനക്ക് കഴിക്കത്തുള്ളൂ. അപ്പൊ വലിയേട്ടനും കൂടെ വന്നിട്ടുണ്ട്. എന്റെ വലിയേട്ടാ, എന്ത് ചേട്ടാ ഇത്? തുപ്പിക്കളയല്ല കുട്ടാ, തുപ്പിക്കളയാവന്. നീ കഴിക്കണ്ട. അയ്യോ മീനെടുത്തോണ്ടോ അവിടെ വെക്ക്. മുള്ളുണ്ടാ അമ്മ തരാം, ഞാൻ തരാം കേട്ടോ. എല്ലാരും ഇവിടെ വന്ന് ഇരിക്കുക, ഇവിടെ ഇരിക്കുക. മൂത്തോൻ തറവോട് ഞാൻ പറഞ്ഞല്ലേ മുള്ളുണ്ട്, എരിവുണ്ടെന്ന്. മറ്റേ എരിവുള്ള ചോറുണ്ട് വെച്ചിട്ട് മീൻ തിന്നിട്ട് നിനക്കില്ല, നീ തുപ്പിക്കളയും. എന്തിനാടാ വെറുതെ തുപ്പിക്കളയാൻ വേണ്ടി മേടിക്കും. അമ്മ വായി വെച്ചേ. വെള്ളമൊന്നുമില്ല. എന്തോ ഒരു ഇത് പഴഞ്ചൊല്ലു പറയുന്നത് എന്താ പറയുന്നത്? ഇത് തിന്നിട്ട് എന്തോ ഒരു തിന്ന കുരങ്ങനെ പോലെ, ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെ. തറമോള് മീനെടുത്തിട്ട് പോയതാ. ഞാൻ ആന്ന് പറഞ്ഞ അവളോട്, അയ്യോ നീ തന്നെ ഇറങ്ങാൻ പോവാണ്, ഇറങ്ങിപ്പോക്കോ.